എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത് ഗൂഗിൾ ഷീറ്റിലെ അറേ ഫോർമുല എന്ന ഫംഗ്ഷനെ പറ്റിയാണ്. ഈ അറേ ഫോർമുല എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ പറയുമ്പോൾ എന്തിനാണ് അറേ ഫോർമുല ഉപയോഗിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇക്വേഷൻസ്, ഗൂഗിൾ ഷീറ്റിൽ ഒരുപാട് തരത്തിലുള്ള ഇക്വേഷനുകൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ആ ഇക്വേഷനുകൾ റിപ്പീറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അറേ ഫോർമുല ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു ഡേറ്റിൻ്റെ ഒരു ഫോർമാറ്റിംഗ് സിസ്റ്റവും കൂടി ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ ഈ സ്ക്രീനിൽ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഒരു ഡേറ്റ് ഫോർമാറ്റാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഡേറ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ രീതിയിലേക്ക് ഫോർമാറ്റ് ചെയ്തെടുക്കാനോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഫോർമാറ്റ് ചെയ്തെടുക്കാനോ പറ്റും. അപ്പോൾ ഡേറ്റ് ഏതെല്ലാം കോളങ്ങളിലാണ് അല്ലെങ്കിൽ സെല്ലുകളിലാണ് വരുന്നത് ആ സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് മെനുവിൽ നിന്നും നമ്പർ ടാബിൽ ഡേറ്റ് സെലക്ട് ചെയ്യുക എന്നതാണ് ഒന്നാമതായിട്ടുള്ളൊരു ഓപ്ഷൻ. നമ്മൾ പ്രീവിയസ് എടുത്തിരിക്കുന്ന ഒരു 3-4 ഡേറ്റുകൾ ഇവിടെ കാണും. അതിലൊരെണ്ണം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡേറ്റ് കിട്ടുന്നതാണ്. ഫോർമാറ്റിൽ തന്നെ നമ്പറിൽ കസ്റ്റം ഡേറ്റ് ആൻഡ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള ഡേറ്റ്, കസ്റ്റം ഡേറ്റ് നമുക്ക് ഏത് ഫോർമാറ്റിൽ വേണോ ആ ഫോർമാറ്റിലൊക്കെ ഇവിടെ കിട്ടും. ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ അത് ഏപ്രിലായി മാറി. ഏപ്രിൽ, മെയ് എന്ന് പറഞ്ഞ് ആ മാസത്തിൻ്റെ പേര് എഴുതി തന്നെയാണ് ഫോർമാറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. ഇനി ഈ ഫോർമുലയ്ക്കകത്ത് ഞാനൊരു ചെറിയ മാറ്റം വരുത്തുകയാണ്. ഇവിടെ 2 എന്നതിന് പകരം ഞാൻ 4 കൊടുക്കും. ഇപ്പോൾ നമ്മുടെ അറേ ഫോർമുല 4 കോളങ്ങളിലായിട്ട് വർക്ക് ചെയ്തു. ആക്ച്വലി അറേ ഫോർമുലയല്ല, സീക്വൻസ് എന്ന് പറയുന്ന ഫോർമുലയാണ് ഇവിടെ ഇരട്ടിച്ച് അറേ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത് 4 കോളങ്ങളിലായിട്ട് വന്നു. പക്ഷേ ആദ്യത്തെ 2 കോളത്തിൽ മാത്രമേ ഉള്ളൂ ഡേറ്റ്, ബാക്കിയുള്ള 2 കോളത്തിൽ വാല്യൂസ് മാത്രമാണ്. അപ്പം ഞാൻ സെലക്ട് ചെയ്യുന്നു, ഫോർമാറ്റ് എടുക്കുന്നു, നമ്പർ എടുക്കുന്നു. നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഒന്നുകൂടി അങ്ങ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് അത് എക്സ്റ്റെൻഡ് ആവും. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ 4 കഴിഞ്ഞിട്ട് 10 കൊടുത്താൽ 10 കോളങ്ങളിലേക്ക് വരും. ആ 10ഉം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഫോർമാറ്റ്, നമ്പറിൽ ഡേറ്റ് സീരീസിലേക്ക് മാറ്റണം. അപ്പോൾ ഏപ്രിൽ തുടങ്ങി നവംബർ വരെ അവസാനിക്കുന്ന ഡേറ്റ്. അപ്പോൾ ഇവിടെ 17, 19, 21 ഇങ്ങനെ 2 വീതം ദിവസങ്ങൾ സ്കിപ്പ് ചെയ്താണ് പോകുന്നത്. അത് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. 2, 1 കൊടുത്താൽ 1 വീതം സ്കിപ്പ് ചെയ്ത് പോകും. 17, 18, 19 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. ഇങ്ങനെ ഒരു സീക്വൻസ് ആയിട്ട് പോവുക. ഞാനവിടെ 10 എന്ന് കൊടുത്താൽ 10 ദിവസം വീതം വ്യത്യാസപ്പെട്ട് പോകും. 2028 വരെയായി. 2025 തുടങ്ങി 28 വരെയായി. എനിക്ക് 90 ദിവസമാണ് സ്കിപ്പ് ചെയ്യേണ്ടതെങ്കിലോ 17, പിന്നെ അടുത്ത 90 ദിവസം കഴിഞ്ഞുള്ള ദിവസം 16 ജൂലൈ 2025 ഇനി ഇത് 365 ദിവസം വീതമാണ് പോകണ്ടെങ്കിൽ എനിക്ക് 365 കൊടുത്താൽ മതി. അപ്പോൾ 17 ഏപ്രിൽ 2025, 365 ദിവസം കഴിയുമ്പോൾ 17 ഏപ്രിൽ 2026, ഇങ്ങനെ പോയി 16 ഏപ്രിൽ 2026, അങ്ങനെ പോയി അവസാനം എൻഡ് ചെയ്യുന്നത് 2124 24 മാർച്ചിൽ പോയി എൻഡ് ആവും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഞാനത് വീണ്ടും തിരിച്ച് 1 എന്ന് തന്നെ ആക്കുന്നു. ഈ സീക്വൻസ് പഠിച്ചതിന് ശേഷം നമ്മൾ അറേ ഫോർമുല ചെയ്യുന്നത് പഠിക്കും. സീക്വൻസ് ആണ്. ഒരു ഫോർമുല ഇട്ട് നമുക്ക് എങ്ങനെ റിപ്പീറ്റ് ചെയ്തെടുത്ത് കൊണ്ടുപോകാം. വേറെ ഇവിടെ എങ്ങും കോളങ്ങളിലൊന്നും ഞാൻ ഫോർമുല ടൈപ്പ് ചെയ്തില്ല. അവിടെ ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ അത് ഡിലീറ്റ് ആകത്തില്ല. കാരണം ഇതിലൊറ്റ ഒരു സെല്ലിൽ എഴുതിയിരിക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് ആയിട്ടാണ് ഈ ഇത്രയും ഐറ്റം റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ ഞാൻ 10 കൊടുത്തു. 10ന് പകരം ഞാൻ കൊടുക്കുന്നത് 5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? 5 റോകളിൽ മാത്രം റിപ്പീറ്റ് ചെയ്ത് ഞാനത് 100 കൊടുത്താൽ 100 റോകളിൽ റിപ്പീറ്റ് ചെയ്യും. 100 എണ്ണത്തിൽ റിപ്പീറ്റ് ചെയ്യും. പക്ഷേ ആദ്യത്തെ 10 എണ്ണത്തിന് മാത്രമേ ഞാൻ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ
സെലക്ട് ചെയ്തു, എല്ലാത്തിനും ആ ഡേറ്റ് ഫോർമാറ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചു. 11 ജനുവരി 2028. അതാണ് ഈ 100 എന്ന് പറഞ്ഞത്. പിന്നെ 10 എന്ന് പറഞ്ഞാൽ അറിയാലോ, നേരത്തെ ഞാൻ പറഞ്ഞ കോളങ്ങളുടെ എണ്ണമാണ്. ഞാനത് 1 എന്ന് മാത്രം കൊടുത്താൽ ഒരു കോളത്തിൽ മാത്രമായിട്ട് തുടങ്ങി ഒരു കോളത്തിൽ തന്നെ തീരും. ഇതാണ് 1. ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡേറ്റിൽ തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. കോമ 1 എന്ന് വെച്ചാൽ 1 വീതം സ്കിപ്പ് ചെയ്ത് പോവുക. ഇവിടെയും ഞാൻ 100 എന്ന് കൊടുത്താൽ ഇവിടെ ഇങ്ങനെ തന്നെ വരും. 17-ാം തീയതി 100 ദിവസം കഴിഞ്ഞ് 26. നമുക്കിതൊക്കെ ഓരോ പ്രത്യേക ആപ്ലിക്കേഷനൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാം, ഇത്തരത്തിലുള്ള ഫോർമുല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കുറേ കാര്യങ്ങൾക്ക് ഈ ഡേറ്റും ഈ സീക്വൻസ് ഒക്കെ എടുക്കാം. അപ്പോൾ ഇനി അറേ ഫോർമുലയുടെ മറ്റൊരു രീതി. അപ്പോൾ എന്താണ് ഡേറ്റ് എന്നും ഡേറ്റ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഇനി ആ ഫോർമാറ്റിൽ തന്നെ എടുത്ത് നമ്പർ എടുക്കുക, കസ്റ്റം ഡേറ്റ് ഫോർമാറ്റ് എടുക്കുക, നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ്. ഇതിൽ നിന്ന് ദിവസം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. മാസവും വർഷവും മാത്രമേ വരുത്തുള്ളൂ. ഇവിടെ ഒരു ഹൈഫൺ ഉണ്ടാവും കൊടുക്കുക. അപ്പം വർഷവും മാസവും വന്നു ഒരു ഡേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ ഡേറ്റിൽ മാസവും വർഷവും മാത്രം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓപ്ഷനാണ് അത്. അത് നമുക്ക് വീണ്ടും തിരിച്ച് പഴയ രീതിയിലോട്ട് കൊണ്ടുവരാം. കണ്ടോ? അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ഡേറ്റും മറ്റ് വാല്യൂസും ഒക്കെ വ്യത്യാസമുണ്ട്. അതിനെ ഡേറ്റ ടൈപ്പ് എന്നാണ് പറയുന്നത്. ആ ഡേറ്റ ടൈപ്പ് നമുക്ക് ഇങ്ങനെ വിവിധ രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതിലോരോന്നൊക്കെ പിന്നീട് നമ്മളൊരു അവസരത്തിൽ പഠിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് അറേ ഫോർമുലയുടെ മറ്റൊരു രീതിയാണ്. കുറച്ചുകൂടി അറേ ഫോർമുല എന്താണ് എന്ന് നമുക്ക്, ഇതിപ്പം ഒരു സീക്വൻസ് വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നു. അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എങ്ങനെയാണത് വർക്കൗട്ട് ആവുന്നതെന്നും നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നതെന്നുമാണ് ഞാൻ അടുത്തതായിട്ട് പറയുന്നത്. ഞാനിവിടെ ഒരു 3 കോളം ലേബൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഒരാളുടെ പേര് ടൈപ്പ് ചെയ്യുന്നു. ഇവിടേക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ സീരിയൽ നമ്പർ നമ്മൾ വീണ്ടും 1, 2, 3 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സീരിയൽ നമ്പർ വരണം. അതിനൊരു സംവിധാനമാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന അറേ ഫോർമുല. അതിന് ആദ്യം നമ്മളൊരു ഫോർമുല ഉണ്ടാക്കണം. ഫോർമുല എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും വാല്യൂ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു നമ്പർ വരണം. ആ നമ്പർ ഏത് നമ്പർ ആയിരിക്കണം? 1 എന്ന് പറയുന്ന നമ്പർ ആയിരിക്കണം. ഇവിടെയാണെങ്കിലോ 2, ഇവിടെയാണെങ്കിലോ 3. അപ്പോൾ ആ ഫോർമുലയാണ് ഞാൻ എഴുതുന്നത്. ഫോർമുല എപ്പോഴും ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഈക്വൽ സൈൻ വെച്ച് തുടങ്ങുക. കണ്ടീഷൻ ഇഫ് ഈ സെല്ലിലെ വാല്യൂ ബ്ലാങ്ക് ആണെങ്കിൽ ഈ സെല്ലിലും ബ്ലാങ്ക് ഇടുക. അതെന്തിനാ ബ്ലാങ്ക് ഇട്ടതെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അല്ലെങ്കിൽ റോ -1 എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇവിടെ വന്നുണ്ടോ? ഇവിടെ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇഫ് B2 ഈസ് ഈക്വൽ ടു ബ്ലാങ്ക് ദെൻ ബ്ലാങ്ക്. B2 ബ്ലാങ്ക് ആണെങ്കിൽ അവിടെ ബ്ലാങ്ക് ഇടുക. അല്ലെങ്കിൽ റോ -1 റോ നമ്പർ ആണ് ഇവിടെ എടുക്കുന്നത്. റോ നമ്പർ എന്ന് പറഞ്ഞാൽ റോയോ B2 അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അതായത് B2 എന്ന് പറയുന്ന റോ, B2 ഏതാണോ റോ ആ റോയിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ കിട്ടുന്നത്. 1 എന്ന് പറഞ്ഞാൽ ഇതാണ് ഹെഡിങ് ആണ്, കുറയ്ക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ നമുക്കിത് സ്ക്രോള് ചെയ്തിങ്ങനെ താഴോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരും. പക്ഷേ ഞാൻ സ്ക്രോൾ ചെയ്ത് ഫോർമുല ഇല്ലാത്ത ഒരു സെല്ലിലാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ വരത്തില്ല. അത് അവിടെ വരെ സ്ക്രോൾ ചെയ്തുകൊണ്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ഏത് സെല്ലിൽ ടൈപ്പ് ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഈ ഫോർമുലയെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ അറേ ഫോർമുല യൂസ് ചെയ്യുന്നത്. അപ്പോൾ അറേ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ആദ്യം അറേ ഫോർമുലയും കൊടുക്കുകയാണ്. അതായത് ഏത് ഫോർമുലയ്ക്ക് മുമ്പിൽ അറേ ഫോർമുല ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം അറേ ഫോർമുല കൊടുക്കുക. ഇങ്ങനെ അറേ ഫോർമുല മാത്രം കൊടുത്തു എന്നതുകൊണ്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി റിപ്പീറ്റ് ആവത്തില്ല. അതിന് ചെറിയ ടെക്നിക്കും കൂടി ഉണ്ട്. ഇഫ് കണ്ടീഷൻ, നമ്മൾ ഏത് കണ്ടീഷൻ കൊടുത്താലും ആ കണ്ടീഷൻ റേഞ്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് 22 ആണ്. B2 മുതൽ B22 വരെ ചെക്ക് ചെയ്യുക.
B2 മുതൽ B22 വരെയുള്ള റോകളിൽ ഏതെങ്കിലും കോളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുക. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് 1 2 3 വന്നു. ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് ഒരു പേര് ടൈപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നമ്പർ വരും. ഏത് റോയാണോ ആ റോയുടെ നമ്പർ വരും. അതായത് 18ാമത്തെ റോയാണ് -1 കൊടുത്തിരിക്കുന്നതെന്ന് 17 എന്നോ. 17ാമത്തെ എൻട്രി എന്നുള്ള അർത്ഥത്താണ്. എനിക്കിവിടെ നിന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഞാൻ ഇതിനെ സ്ക്രോൾ ചെയ്ത് പിടിച്ച് ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഇവിടെ എല്ലാം കൃത്യമായിട്ട് നമ്പർ വരും. അപ്പോൾ ഇത് അറേ ഫോർമുലയുടെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ വേറൊരു കാര്യം നോക്കുക, ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇതിന് പുറത്ത് വന്ന് 21 വരെ വന്നിട്ടുള്ളൂ. നമുക്ക് എവിടം വരെ വരണമെന്ന് നമ്മൾ അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഫോർമുലയ്ക്കകത്തൊരു വ്യത്യാസം വരുത്താം. B22 മാറ്റിയിട്ട് B എന്ന് മാത്രം കൊടുക്കുന്നു 2 സ്ഥലത്ത്. എൻ്റർ കീ പ്രസ് ചെയ്താൽ നമ്മളിനി എവിടെ പോയിട്ട് ഇത് ചെയ്താലും, അതായത് എവിടെയെല്ലാം നമ്മൾ സ്ക്രോൾ ചെയ്ത് കൊണ്ടുവച്ചാലും അവിടെ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്പർ വരും. ഈ നമ്പർ ഇടയ്ക്ക് വെച്ച് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫസ്റ്റിൽ #REF എന്ന് വെച്ചാൽ അത് അവിടെ റെഫറൻസിങ് എററായി എന്നാണ്. അതിനർത്ഥം എന്താ, ഇവിടെ array result was not expanded because it would overwrite data in A7. A7ൽ ഡേറ്റ ഓവർറൈറ്റ് ആയിരുന്നു. അപ്പോൾ A7ലെ ഡേറ്റ ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വീണ്ടും ആ ഫംഗ്ഷൻ റീകോൾ ചെയ്ത് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ എന്താണ് അറേ ഫോർമുല എന്നും ഡേറ്റിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണ് സീക്വൻസ് എന്നുള്ള 2 ഫംഗ്ഷനുകൾ പഠിച്ചു. സീക്വൻസ് എങ്ങനെ അറേ ഫോർമുലയിൽ വരുത്താമെന്നും അറേ ഫോർമുല സിമ്പിളായിട്ട് എങ്ങനെ എഴുതാമെന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ മറ്റ് പല ഫംഗ്ഷനുകളും മറ്റ് പല ഗൂഗിൾ ഷീറ്റിൻ്റെ ടെക്നിക്കുമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.